ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സൈക്കോളജിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സിലെ 2 മാർക്ക് അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനാണ്. ഇതിലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് എന്ത് ചെയ്യാം, ഒരു എസ്സേ ആയിട്ടും ചോദിക്കാം. അതേപോലെ തന്നെ ഈ മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ ഏത് വിധത്തിൽ നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കാണുണ്ട്, അതുപോലെ തന്നെ 5 മാർക്ക് അതുപോലെ 10 മാർക്കൊന്നും വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. ഈ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ബ്രിങ് ഔട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ചൈൽഡ്ഹുഡ് പറഞ്ഞിട്ട് ചൈൽഡ്ഹുഡിന് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാം. അതല്ല എങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിക്കാം. അതല്ലെങ്കിലോ 10 മാർക്കിനും അത് ചോദിക്കാം. അതേപോലത്തെ ഇതിൻ്റെ സ്റ്റേജസുകൾ, ഓരോ സ്റ്റേജസുകളും എന്ത് ചെയ്യാം, 2 മാർക്കിനും ചോദിക്കാം. അപ്പോൾ 3 വിധത്തിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് അല്ലേ, ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പക്വതയുടെയും അല്ലെങ്കിൽ അനുഭവത്തിൻ്റെയും ഫലമായിട്ട് ക്രമാനുഗമായിട്ട് പ്രവചിക്കാവുന്ന രീതിയിൽ സംഭവിക്കുന്ന പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പരമ്പര എന്നുള്ള അർത്ഥത്തിലാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യവികാസം ഗർഭധാരണം മുതൽ തന്നെ മരണം വരെയുള്ള തുടർച്ചയായിട്ടുള്ള പ്രക്രിയകളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് എറിക് എറിക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി 8 സ്റ്റേജസിലൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എറിക് എറിക്സൺ ആണിത് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ എറിക് എറിക്സൺ പറഞ്ഞിട്ടുള്ള ആ ഒരു 8 സ്റ്റേജസുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്ന് ഇൻഫാൻസി, രണ്ടാമത്തേതാണ് ഏർലി ചൈൽഡ്ഹുഡ്, മൂന്നാമത്തത് മിഡിൽ ചൈൽഡ്ഹുഡ്, നാലാമത്തത് ലൈറ്റ് ചൈൽഡ്ഹുഡ്, അഞ്ചാമത്തത് അഡോളസൻസ്, ആറാമത്തത് ഏർലി അഡൽട്ട്ഹുഡ്, ഏഴാമത്തത് മേച്വർ അഡൽട്ട്ഹുഡ്, എട്ടാമത്തത് ഓൾഡ് ഏജ്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻഫാൻസി എന്ന് പറയുന്ന സ്റ്റേജ്. ഇത് ജനനം മുതൽ 18 മാസം വരെ നിൽക്കുന്ന സ്റ്റേജാണ് ഇൻഫാൻസി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിനെയാണ് ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ് എന്നാണ് വിളിക്കുക. ഈ ഒരു ഇൻഫാൻസി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന ഒരു പേരാണ് ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്. അതുപോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുതിയൊരു പരിസ്ഥിതിയിലേക്ക് വരുന്ന കുട്ടിക്ക് എന്താണ്, പരിപാലനമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടിക്ക് കൂടുതൽ പരിപാലനം ആവശ്യമായിട്ട് വരുന്ന ഒരു സ്റ്റേജാണ് ഇത്. അതുപോലെ തന്നെ കുട്ടിക്ക് പരിപാലകന് അമ്മയോ ഈ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് മുൻകൂട്ടി കാണുകയും നിറവേറ്റുകയും ചെയ്യുന്നുവെങ്കിൽ കുഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിക്കാനും അതുപോലെ തന്നെ അത് പഠിക്കുകയും ആത്മവിശ്വാസം വളർത്തുകയും ഒക്കെ ചെയ്യും അല്ലേ. കുഞ്ഞിന് സ്ഥിരമായിട്ട് ആ ഒരു പരിചരണം കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, ആ ഒരു മറ്റുള്ളവരെയൊക്കെ വിശ്വസിക്കാനും അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്താനൊക്കെ കുട്ടിയിൽ കഴിയും. എന്നാൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പിന്തുണയും പരിചരണവും ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, ഇത് ആ കുട്ടിയിൽ അവിശ്വാസമാണ് വളർത്തുക. അത് പിന്നീട് എന്താവും, ജീവിതത്തിലെ വ്യക്തിത്വ വികാസത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കുക. ആ ഒരു ഘട്ടമാണ് ഇൻഫാൻസി എന്ന് പറയുന്ന ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം നോക്കുക, ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 18 മാസം മുതൽ 3 വയസ്സ് വരെ നിൽക്കുന്ന ഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ് അല്ലേ. അതായത് ജീവിതത്തിൻ്റെ 2ാം വർഷമൊക്കെ ആകുമ്പോൾ പേശികളുടെയും നാഡീവ്യൂഹങ്ങളുടെയും ഒക്കെ വികാസം പ്രാപിക്കുകയും ചെയ്യും. കുട്ടി പുതിയ കഴിവുകൾ നേടാനൊക്കെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ്. അതുപോലെ തന്നെ കുട്ടിക്ക് എന്താണ്, ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ ചലിക്കാനൊക്കെ കഴിയും അല്ലേ. എന്നാൽ തീരുമാനങ്ങൾ സാവധാനത്തിലാണ് ഒരു കുട്ടിയിൽ വികസിക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് മാർഗനിർദ്ദേശങ്ങൾ ഈ സമയത്ത് ആവശ്യമായിട്ട് വരുന്ന ഘട്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഓട്ടോണമസ് വിയസ് ഡൗട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് മിഡിൽ ചൈൽഡ്ഹുഡ്. ഈ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സ്റ്റേജാണ് മിഡിൽ ചൈൽഡ്ഹുഡ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി നേരിടുന്ന പ്രതിസന്ധി അറിയപ്പെടുന്ന പേരാണ് ഇനീഷ്യേറ്റീവ് വിയസ് ഗിൽറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്ര ബോധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുട്ടി വിവിധ സാധ്യതകൾ പരീക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള സന്നദ്ധത സുഗമമാക്കുന്നത്, കുട്ടിയിൽ സുഗമമാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടിയുടെ ക്രിയാത്മകമായിട്ടുള്ള പരിശ്രമം കെയർ ടേക്കർ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അവനിൽ പ്രതിസന്ധികൾ അനുകൂലമായിട്ടുള്ള ദിശയിൽ എന്ത് ചെയ്യും, അത് പരിഹരിക്കപ്പെടാൻ കഴിയും. ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവൻ്റെ ഭാവിയെ കൂടുതൽ സ്വാധീനിക്കും. അതല്ല എങ്കിൽ അവനിൽ കുറ്റബോധം വളർത്തിയെടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം നോക്കാം. 4ാമത്തെ ഘട്ടമാണ് ലൈറ്റ് ചൈൽഡ്ഹുഡ്.
അല്ലേ? ഈ ലൈറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ലൈറ്റ് ചൈൽഡ്ഹുഡ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി കൂടുതൽ ശ്രദ്ധ വികസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉറക്കവും ആവശ്യമായിട്ട് വരുന്ന ഘട്ടമാണ് ലൈറ്റ് ചൈൽഡ്ഹുഡ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കഴിവുകൾ നേടുന്നതിന് കൂടുതൽ പരിശ്രമിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം കൂടിയാണ് ലൈറ്റ് ചൈൽഡ്ഹുഡ്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി നേരിടുന്ന പ്രതിസന്ധി അറിയപ്പെടുന്ന പേരാണ് ഇൻഡസ്ട്രി വിയസ് ഇൻഫ്യൂരിറ്റി. അതുപോലെ തന്നെ കഴിവില്ലായ്മയേക്കാൾ കഴിവ് എന്ന തോന്നൽ വളർത്തിയെടുക്കാനാണ് കുട്ടി കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഈ പരിശ്രമത്തിലെ വിജയം കൂടുതൽ കഠിനാധ്വാനങ്ങളിലേക്കാണ് ഒരു കുട്ടിനെ നയിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടി കൂടുതൽ ശ്രദ്ധ വികസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉറക്കവും ആവശ്യമായിട്ട് വരുന്നതാണ്. ഇതിൽ നേരിടുന്ന പ്രതിസന്ധി അറിയപ്പെടുന്നത് ഇൻഡസ്ട്രി വിയസ് ഇൻഫ്യൂരിറ്റി ആണ്. അപ്പോൾ ഈ ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ എന്നുള്ള ഈ ഒരു ലൈറ്റ് ചൈൽഡ്ഹുഡ് നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ ആയിട്ടും വരുന്നുണ്ട്. ഇനി 5ാമത്തെ സ്റ്റേജ് നോക്കുക. 5ാമത്തെ സ്റ്റേജാണ് അഡോളസൻസ്. അഡോളസൻസ് എന്ന് പറയുന്നത് 12 മുതൽ 20 വയസ്സ് വരെ നീളുന്ന ഘട്ടമാണ്. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തിയുടെ സാമൂഹികവും അതുപോലെ തന്നെ ലൈംഗികവും വൈകാരികവും തൊഴിൽപരവുമായിട്ടുള്ള മേഖലകളിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുന്ന നിരവധി മാറ്റങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്ന ഒരു ഘട്ടമാണ് അഡോളസൻസ്. അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾ വ്യക്തിയെ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ. ഈ ഒരു മാറ്റങ്ങളാണ് കുട്ടിയെ എന്ത് ചെയ്യുന്നത്, ഒരു തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കണ്ടെത്താനുള്ള ഇത് പ്രേരിപ്പിക്കുന്നത്. അതിനർത്ഥം ഒരാൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ജോലി എന്നിവയെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ വികസിപ്പിക്കുന്നു എന്നാണല്ലേ. ഒരു ജോലി നേടാനും അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ കുട്ടികൾക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കെയർടേക്കർമാരുടെയും പിയർ ഗ്രൂപ്പുകളുടെയും ഒക്കെ പിന്തുണയും പ്രോത്സാഹനവും വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അഡോളസൻസ്. അതുപോലെ തന്നെ അവൻ വിജയിക്കുകയാണെങ്കിൽ അതിൽ അവൻ എന്ത് ചെയ്യും, അവൻ്റെ സെൽഫ് സ്വത്വബോധം വികസിക്കുകയും അല്ലാത്ത പക്ഷം അവന് ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് അഡോളസൻസ്. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ കുട്ടി നേരിടുന്ന പ്രതിസന്ധി അറിയപ്പെടുന്ന പേരാണ് റോൾ കൺഫ്യൂഷൻ ആൻഡ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ഇതാണ് ഈ ഒരു ഘട്ടത്തിലെ കുട്ടി നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. 6ാമത്തെ ഒരു സ്റ്റേജാണ് ഏർലി അഡൾട്ട്ഹുഡ്. ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നിൽക്കുന്ന ഘട്ടമാണ് ഏർലി അഡൾട്ട്ഹുഡ്. അതായത് പ്രായപൂർത്തിയാവുമ്പോൾ വ്യക്തി സമൂഹത്തിൽ ഒരു ഉറച്ച സ്ഥാനം നേടുന്ന ഒരു ഘട്ടമാണ് ഏർലി അഡൾട്ട്ഹുഡ്. സാധാരണയായിട്ട് ഒരു ജോലിയിൽ ഏർപ്പെടുകയും സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ഒരു കുടുംബത്തെ പരിപാലിക്കുകയും സന്താനത്തെ വളർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഏർലി അഡൾട്ട്ഹുഡ്. അതായത് ഈ ഒരു പുതിയ ഉത്തരവാദിത്തമൊക്കെ ഒരാളിൽ വരികയാണെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങളും നിരാശകളൊക്കെ സൃഷ്ടിക്കാനുള്ള കാരണമാവും. അതുപോലെ എന്താണ്, അങ്ങനെയാണെങ്കിലും കുടുംബമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടെങ്കിൽ എന്താവും, അതിനൊരു പരിഹാരം കാണാനും പറ്റും. അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്നേഹം, വാത്സല്യം, പിന്തുണ എന്നിവയിലൊക്കെ പ്രശ്നങ്ങൾ ഫലപ്രദമായിട്ട് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഒരു വ്യക്തി സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് അകൽച്ചയും ഒറ്റപ്പെടലും അനുഭവപ്പെടും. അവൻ്റെ വ്യക്തിത്വത്തെ തന്നെ എന്ത് ചെയ്യും, പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇതാണ് ഈ ഒരു ഘട്ടമാണ് ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടം നോക്കാം. 7ാമത്തെ ഘട്ടമാണ് മേച്ചർ അഡൾട്ട്ഹുഡ്. മേച്ചർ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഘട്ടമാണ് മേച്ചർ അഡൾട്ട്ഹുഡ്. ഇതിനെ മധ്യവയസ്സെന്ന് വിളിക്കുന്ന ഘട്ടം കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വിയസ് സ്റ്റാഗ്നേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത തലമുറയെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാളുടെ താല്പര്യങ്ങൾ തനക്ക് അതീതമായിട്ട് വികസിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു മനസ്സിലാക്കൽ കൂടി ഈ ഒരു മേച്ചർ അഡൾട്ട്ഹുഡിലുണ്ട്. അതുപോലെ തന്നെ പ്രതിസന്ധികൾക്കുള്ള നല്ല പരിഹാരം കുട്ടികൾക്ക് ജന്മം നൽകുന്നത് മാത്രമല്ല, ജോലി ചെയ്യുന്നതിലും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്നതിലുമാണെന്ന് മനസ്സിലാക്കുന്ന ഘട്ടം കൂടിയാണ് മേച്ചർ അഡൾട്ട്ഹുഡ്. ലാസ്റ്റ് 8ാമത്തെ ഘട്ടമാണ് ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സിന് ശേഷം മരണം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ് ഓൾഡ് ഏജ്. ഈ ഒരു പ്രായമാകുമ്പോൾ ആളുകളുടെ ലക്ഷ്യങ്ങളും കഴിവുകളും ഒക്കെ എന്താവും, പരിമിതമായിട്ട് തീരും അല്ലേ. അതായത് ഈ ഒരു ഘട്ടത്തിലാണ് ഒരു വ്യക്തി ഓർമ്മകളിൽ അർത്ഥം കണ്ടെത്തുകയോ ജീവിതത്തിലേക്ക് അതൃപ്തിയോടെ തിരിഞ്ഞു നോക്കുകയോ ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഈ ഒരു 65 വയസ്സൊക്കെ അതിന് ശേഷമാണ് എന്താവുക, മുൻ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ഓർമ്മയിലൂടെ ജീവിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ആൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി വിയസ് ഡെസ്പെയർ ആണ് അല്ലേ. അതായത് നിരാശാ കാലഘട്ടമാണ് ഈ ഒരു ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങൾ കൃത്യമായ രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാം. അല്ലെങ്കിൽ വ്യക്തിക്ക് അതൃപ്തി അനുഭവപ്പെടുന്നു, ശാരീരിക ആരോഗ്യസ്ഥിതി കുറയുക, വരുമാനം കുറയുക, പങ്കാളിയുടെ മരണം തുടങ്ങിയ കാരണങ്ങളാൽ അദ്ദേഹത്തെ കൂടുതൽ അതൃപ്തിയാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് സെൻസറി പെർസെപ്ഷൻ പ്രോസസ്സ്. ഇത് 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പ്രീവിയസിൽ വന്നത്. അനലൈസ് ദ സെൻസറി പെർസെപ്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല എങ്കിൽ ഇതെല്ലാം കൂടെ 10 മാർക്കിന് എസ് എ ആയിട്ട് വരാം. അതല്ല എങ്കിൽ സെൻസേഷൻ 2 മാർക്കിന്, പെർസെപ്ഷൻ 2 മാർക്കിന്, മെമ്മറി 2 മാർക്കിന് ഇങ്ങനെയായിട്ടും ചോദിക്കാം. അപ്പോൾ ഇതും 2, 5, 10 ഈ രീതിയിൽ ചോദിക്കാവുന്ന സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് സെൻസറി പെർസെപ്ഷൻ പ്രോസസ്സ്. ഇന്ദ്രിയ ഗ്രഹണ പ്രക്രിയകൾ 3 വരുന്നത്. ഒന്ന് സെൻസേഷൻ, രണ്ടാമത്തത് പെർസെപ്ഷൻ, മൂന്നാമത്തത് മെമ്മറി. അപ്പോൾ സെൻസേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ വിവരങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ തലച്ചോറിനെ അനുവദിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സെൻസേഷൻ അല്ലേ. അതെന്താണ്? അനുഭവിക്കാനും വ്യാഖ്യാനിക്കാനും തലച്ചോറിന് കഴിയും. അതായത് കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശനം എന്നിവയിലൂടെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മൂലം സംവേദനം നടക്കുന്നത് അല്ലെങ്കിൽ സെൻസേഷൻ നടക്കുന്നത്. ഇവ പരിസ്ഥിതിയിൽ നിന്ന് തലച്ചോറിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യും? വിവരങ്ങൾ കൈമാറാൻ അനുവദിക്കുന്നുണ്ട്. അതായത് ഓരോ സെൻസറി സിസ്റ്റത്തിലും പ്രത്യേകമായിട്ട് സെൻസറി റിസെപ്റ്റേഴ്സ് അല്ലെ അടങ്ങിയിട്ടുണ്ട്. അവ പ്രത്യേക പാരിസ്ഥിതിക ഉത്തേജനങ്ങളെ കണ്ടെത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ റിസെപ്റ്ററുകൾ ഉത്തേജിക്കപ്പെടുന്ന ഊർജ്ജത്തെ ഇലക്ട്രോ കെമിക്കൽ ന്യൂറോ പ്രേരണകളായിട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും? അത് മാറ്റും. അതുപോലെ തന്നെ മസ്തിഷ്ക ആ ന്യൂറോ സന്ദേശങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അത് തലച്ചോറിനെ അനുഭവിക്കാനും പരിസ്ഥിതിയെക്കുറിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അനുവദിക്കുന്നു. ഇതാണ് സെൻസേഷൻ. രണ്ടാമത്തേതാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ധാരണ. അത് പറഞ്ഞാൽ ലോകത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ കൈവശമുള്ള ഇന്ദ്രിയങ്ങളുടെ ഉപയോഗം എന്നാണ് പെർസെപ്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത്. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ബോധവാന്മാരാകുന്ന പ്രക്രിയ കൂടിയാണ് പെർസെപ്ഷന്. ഈ ഒരു പ്രക്രിയ സാധാരണയായിട്ട് സംഭവിക്കുന്നത് ശബ്ദം, കേൾവി, കാഴ്ച, രുചി, ഗന്ധം, സ്പർശനം തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഓരോ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പരിമിതപ്പെടുത്തിയില്ലേ. മനുഷ്യനുള്ളത് എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. മനുഷ്യർക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യർ പരിസ്ഥിതിയെ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമുള്ളൂ മനസ്സിലാക്കുന്നത്. അതായത് റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് വികിരണം, ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ എന്നിവയൊന്നും എന്ത് ചെയ്യുന്നില്ല? മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവപ്പെടുന്നതല്ല. അപ്പോൾ ഇതാണ് പെർസെപ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് വിവരങ്ങൾ നിലനിർത്താനും വീണ്ടെടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന വൈജ്ഞാനിക പ്രക്രിയക്ക് പറയുന്ന പേരാണ് മെമ്മറി. അതായത് ഇതിൽ 2 ഉപപ്രക്രിയകൾ അടങ്ങിയിട്ടുണ്ട്. മെമ്മറിയിൽ തന്നെ 2 ഉപപ്രക്രിയകളുണ്ട്. ഒന്നാണ് റിട്ടൈനും മറ്റൊന്നാണ് റിട്രൈവും. റിട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തുക, റിട്രൈവ് പറഞ്ഞാൽ വീണ്ടെടുക്കുക. അതായത് നമ്മൾ വിവരങ്ങൾ എൻകോഡ് ചെയ്യുകയും ഏകീകരിക്കുകയും സംഭരിക്കുകയും ചെയ്യുമ്പോഴാണ് റിട്ടൈൻ അല്ലെങ്കിൽ നിലനിർത്തൽ സംഭവിക്കുന്നത് അല്ലേ. ഈ ഒരു വിവരങ്ങളെ വിപുലീകരിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? റിട്രൈവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീണ്ടെടുക്കുക എന്നുള്ളത്. മെമ്മറി എന്ന് പറയുന്നത് ഒരു ഫയൽ ക്യാബിനറ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. വിവരങ്ങൾ ഫയൽ ചെയ്യുന്ന സംവിധാനം നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലോങ് ടേം മെമ്മറിയും രണ്ടാമത്താണ് ഷോർട്ട് ടേം മെമ്മറിയും. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്ന മെമ്മറിയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന താൽക്കാലിക മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഈ ലോങ് ടേം മെമ്മറി എന്ത് ചെയ്തിട്ടുണ്ട്? 2ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ലോങ് ടേം മെമ്മറിയിൽ ഒന്നാണ് ഇംപ്ലിസിറ്റും മറ്റൊന്നാണ് എക്സ്പ്ലിസിറ്റും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അറിവ് ഉൾപ്പെടുന്ന ഭാഗത്തിനെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും വിളിക്കുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകളെയും സംഭവങ്ങളെയും കുറിച്ചിട്ട് അറിവ് ഉൾപ്പെടുന്ന ഭാഗത്തിനെയാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്നും വിളിക്കുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. ഇത് എസ് എ ആയിട്ടായിരുന്നു പ്രീവിയസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ ഓർത്തു വെക്കാൻ LTM എന്നുള്ളത് ഷോർട്ടായിട്ട് ഓർത്തു വെക്കാം. ലേണിംഗ്, തിങ്കിങ്, മോട്ടിവേഷൻ. അപ്പോൾ ഇതിൽ ആദ്യം ലേണിംഗ് എന്താണെന്ന് നോക്കാം. അനുഭവം, അതുപോലെ തന്നെ പഠനം, പഠിപ്പിക്കൽ എന്നിവയിലൂടെ അറിവ് നേടുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്നുള്ളത് പറയുന്നത്. അതുപോലെ ഈ 2 ആശയങ്ങളും സമാനമായിട്ടുള്ളതാണ്. അതായത് അറിവ്, പഠനം എന്ന് പറയുന്നത് എന്താണ്? സമാനമായിട്ടുള്ള ആശയങ്ങളാണ്. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പഠനത്തിന് അറിവ് ആവശ്യമാണ്. കൂടാതെ എന്താണ്? അറിവിൽ പഠനം ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ പുതിയ എന്തെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കൂട്ടം വൈജ്ഞാനിക പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവ പഠനത്തിൽ കലാശിക്കുന്ന പ്രക്രിയകളുമായിരിക്കും. അതുപോലെ തന്നെ അനുഭവത്തിൻ്റെ ഫലമായിട്ട് സ്വഭാവത്തിൽ താരതമ്യേന സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമായാണ് മനഃശാസ്ത്രജ്ഞർ പഠനത്തെ നിർവചിക്കുന്നത്.
അപ്പോൾ അനുഭവത്തിൻ്റെ ഫലമായിട്ട് സ്വഭാവത്തിലെ താരതമ്യേന സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണെന്ത് ലേണിംഗ് എന്നതുകൊണ്ട് മനഃശാസ്ത്രജ്ഞരൊക്കെ നിർവചിക്കുന്നത്. അതായത് ആളുകൾ അവരുടെ ചുറ്റുപാടുകളുമായിട്ട് എങ്ങനെ പഠിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നീ വിഷയങ്ങളിലാണ് പഠനം മനഃശാസ്ത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലേ. പഠനത്തിന് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് എല്ലാ സ്വഭാവങ്ങളും പഠന പ്രക്രിയകളുടെ ഫലമായിട്ടാണെന്നാണ് ജെ.ബി. വാട്സൺ അഭിപ്രായപ്പെടുന്നത്. ആരാണ് അഭിപ്രായപ്പെട്ടത്? ജെ.ബി. വാട്സൺ. അതുപോലെ പുതിയ അറിവ്, പെരുമാറ്റം, കഴിവുകൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, മുൻഗണനകൾ എന്നിവ നേടിയെടുക്കുന്ന പ്രക്രിയയാണ് പഠനം. പുതിയ അറിവ്, പെരുമാറ്റം, കഴിവുകൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, മുൻഗണനകൾ എന്നിവയൊക്കെ നേടിയെടുക്കുന്ന ഒരു പ്രക്രിയ പറയുന്ന പേരാണ് ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്നുള്ളത്. അതുപോലെ തന്നെ അനുഭവവും പരിശീലനവും കാരണം സ്വഭാവത്തിൽ താരതമ്യേന സ്ഥിരമായി ഉണ്ടാകുന്ന മാറ്റം കൂടിയാണ് ലേണിംഗ്. അതേപോലെ തന്നെ പഠനം എന്ന് പറയുന്നത് 2 രീതികളിലാണ് സംഭവിക്കുന്നത്. ഒന്ന് അസോസിയേറ്റീവ് ലേണിങ്ങും രണ്ടാമത്തേതാണ് ഒബ്സർവേഷണൽ ലേണിങ്ങും. അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ 2 ഭാഗങ്ങളാക്കിയിട്ട് ഒരുമിപ്പിച്ച് ബന്ധിക്കുന്ന പഠനത്തിനെയാണ് അസോസിയേറ്റീവ് ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ചു കൊണ്ടുള്ള പഠനത്തിനെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലേണിംഗ്. ഇനി നോക്കുക, രണ്ടാമത്തെ കോഗ്നിറ്റീവ് പ്രോസസ്സാണ് തിങ്കിങ് അല്ലേ. തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ഉത്തേജനത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് സംഭവിക്കുന്ന ബോധപൂർവമായിട്ടുള്ള വൈജ്ഞാനിക പ്രക്രിയകളെയാണ് തിങ്കിങ് അല്ലെങ്കിൽ ചിന്ത എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ ശ്രദ്ധ പിടിച്ചു നിർത്താനും ഓർമ്മകൾ സൂക്ഷിക്കാനും വീണ്ടെടുക്കാനും ഉചിതമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവിനെയുമാണ് തിങ്കിങ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തിങ്കിങ്ങിൽ പല വശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവും എന്താണ് ഈ തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു വിധി പ്രസ്താവിക്കുക എന്നത് ഒരു മാനസിക പ്രവർത്തനമാണ്. അതായത് പ്രശ്നപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് തിങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ചിന്തയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോഗ്നിറ്റീവ് പ്രോസസ്സാണ് മോട്ടിവേഷൻ അല്ലേ, അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ലക്ഷ്യങ്ങളിലേക്കുള്ള പെരുമാറ്റത്തെ രൂപീകരിക്കുന്നതാണ് മോട്ടിവേഷൻ. അതായത് ആളുകളുടെ പഠനത്തിലും പെരുമാറ്റത്തിലും പ്രചോദനം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ നിരവധി സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് അത് ആളുകളുടെ ജോലി സമയം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ പഠനത്തെയും നേട്ടത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രതിഫലം, പഠനം, തീരുമാനമെടുക്കൽ, ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള കഴിവ് എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ടൈപ്സുകളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, രണ്ടാമത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, മൂന്നാമത്തത് ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ, നാലാമത്തത് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ, അഞ്ചാമത്തത് ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ. അപ്പോൾ ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മോട്ടിവേഷൻ്റെ ടൈപ്സാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് സ്വയം ഉയർന്നു വരുന്ന മോട്ടിവേഷനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലേ. അതായത് സ്വന്തം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മോട്ടിവേഷൻ നടക്കുക, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. രണ്ടാമത്തതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് വരുന്ന ഒരു പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് മറ്റുള്ളവർ ചെയ്യാൻ പ്രേരണ ചെലുത്തുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ചെയ്യുന്നത്. മൂന്നാമത്തതാണ് ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ. ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷനിൽ ഈ ഒരു പ്രചോദനത്തിൽ ഉറവിടം എന്ന് പറയുന്നത് കുറ്റബോധം, ഉത്കണ്ഠ, ലജ്ജ ഇതൊക്കെ ആയിരിക്കും ഈ ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ്റെ ഉറവിടം. അതായത് ഒരു വ്യക്തി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് എന്താണ് അതിനെ ഭയപ്പെടുന്നത് കൊണ്ട് ചെയ്യുക അല്ലേ. അതായത് അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ആ വ്യക്തിക്ക് കുറ്റബോധത്തിൻ്റെ പിരിമുറുക്കം അനുഭവപ്പെടും. അങ്ങനെയുള്ളതാണ് ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ. ഇനി നാലാമത്തെ മോട്ടിവേഷൻ ടൈപ്പാണ് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ. അതായത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലാത്തതിനെയാണ് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തെ മോട്ടിവേഷൻ്റെ ഒരു ടൈപ്പാണ് ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ. അതായത് ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ മോട്ടിവേഷൻ പൂർണ്ണമായിട്ടും സമന്വയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ്റെ രൂപമാണ് ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ അല്ലേ. എന്താ പറഞ്ഞത്, ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ പ്രചോദനം പൂർണ്ണമായിട്ട് സമന്വയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രചോദനം, അങ്ങനത്തെ ഉള്ള ഒരു രൂപമാണ് ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ. അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ്റെ 5 ടൈപ്സുകൾ. ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, രണ്ടാമത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, മൂന്നാമത്തത് ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ, നാലാമത്തത് ഐഡൻറ്റിഫൈ മോട്ടിവേഷൻ, അഞ്ചാമത്തത് ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ. അപ്പോൾ ഇതോട് കൂടിയിട്ട് രണ്ടാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് 2 മാർക്ക് 5 മാർക്ക് എസ്സേ ഈ വിധത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതുവരെയും പറഞ്ഞു പോയത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.